ഹായ്, ഇത് നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറിയുടെ പാർട്ട് 4 ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒപ്പം സ്കാനിങ്ങിനുണ്ടായിരുന്നൊരു കുട്ടിയുടെ റിപ്പോർട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പുറത്തേക്ക് വന്ന് കരച്ചിലായി. പെട്ടെന്ന് ഞാൻ ചെന്നു ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, എന്താ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷോക്കായി പോയത്. എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്താ ഇങ്ങനെയാ എന്ന് എനിക്കൊരു പിടുത്തം കിട്ടാണ്ടിരുന്നത് ആ ഒരു ടൈമിലാണ്. കാരണം ആ കുട്ടിക്ക് പറഞ്ഞ റിപ്പോർട്ടും സെയിം എൻ്റെ റിപ്പോർട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അവിടെ വരുന്ന എല്ലാവർക്കും ഒരേ റിപ്പോർട്ട് തന്നെയാണ് കൊടുക്കണമെന്ന് തോന്നുന്നു. കാരണം അവരുടെ മെയിൻ ഉദ്ദേശം അവർക്ക് ആ ടെസ്റ്റ് ചെയ്യിക്കണം, നമ്മളെ കൊണ്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ടാണോ അവരിങ്ങനെ പറയണേ എന്ന് എനിക്കറിയില്ല. ബട്ട് അത് കേട്ട നമ്മളുടെ ഒരു അവസ്ഥയുണ്ട് ആ സമയത്ത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ വല്ലാണ്ട് ഡൗണായി, വല്ലാത്ത കരച്ചിലായി. വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു പ്രശ്നമുള്ളത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കാരണം എൻ്റെ ഡോക്ടർക്കാണല്ലോ എൻ്റെ ബാക്ക് ഹിസ്റ്ററി എല്ലാം അറിയുന്നത് എൻ്റെ ഡോക്ടർക്കാണ്. ഈ ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഞാൻ അബോർഷനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പഴയ ഡോക്ടറെ അടുത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ആ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്കൊരു കാര്യം അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല, പേടിയാണ്. പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന ഒരു ടൈപ്പ് ലേഡി ഡോക്ടർ തന്നെയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാനായിട്ട്. ഞാൻ ആ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും പെട്ടെന്ന് ആക്സസ് ഉള്ളൊരു ഹോസ്പിറ്റൽ അതായിരുന്നു. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ അതായിരുന്നു. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അതായിരുന്നു. പണ്ട് മുതലേ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തത് തന്നെ. അങ്ങനെ ഞാൻ എൻ്റെ ഡോക്ടറെ അടുത്ത് പോയി. ഇങ്ങനെയാണ് ഡോക്ടർ എനിക്ക് റിപ്പോർട്ട് തന്നതെന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ട് വായിച്ചിട്ട് ഈ ഡോക്ടർ എൻ്റെ അടുത്ത് ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ എൻ്റെ അടുത്ത് പറഞ്ഞു, റിപ്പോർട്ടിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ അബോർട്ട് ചെയ്ത് കളയും. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അത് ഒരു അമ്മയാവുമ്പോൾ അങ്ങനെ തയ്യാറെടുക്കുന്ന ഒരാളുടെ അടുത്ത് മുഖത്ത് നോക്കി പറയണതാണ് അബോർട്ട് ചെയ്ത് കളയാനായിട്ട്. സോ സിമ്പിൾ. നമ്മൾ കടന്നു പോകണ അവസ്ഥയൊന്നും അവർക്ക് അറിയേ വേണ്ട. എനിക്ക് നല്ല വിഷമത്തിലാണ് ഞാൻ നിൽക്കണം. ഞാൻ വീട്ടിൽ പോയിട്ട് വീട്ടുകാരുടെ അടുത്ത് കാര്യം പറഞ്ഞു, നല്ല രീതിക്ക് കരച്ചിലായി. കിടന്ന് മോങ്ങാന്ന് പറഞ്ഞാൽ കിടന്ന് മോങ്ങുക, ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ പോക്കുണ്ടായിരുന്നത്. ഞാൻ വല്ലാതെ ഡിപ്രസ്ഡായി, നല്ലപോലെ ഡിപ്രഷനായി. എനിക്ക് എന്താ സംഭവിക്കണേന്ന് പോലും എനിക്കറിയാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോയി. കാരണം നമ്മൾ അറിയുന്ന എല്ലാവരും നമ്മുടെ അടുത്ത് പറയണത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തന്നെയാണ് പറയുന്നത്. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് അടുത്ത ബാക്കി